അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ ലൈൽ 11-ാമത്തെ സൂക്തം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ. അവൻ നാശത്തിൽ വീണാൽ അവൻ്റെ ധനം അവനൊട്ടും ഉപകരിക്കുകയില്ല. വമാ യുഗ്നി അൻഹു, അവൻ ഉപകരിക്കുകയില്ല. മാലുഹു, അവൻ്റെ സമ്പത്ത്. ഇദാ തറദ്ദ, അവൻ നാശത്തിൽ വീണാൽ. എനിക്ക് ലഭിച്ച സമ്പത്ത്, അള്ളാഹു ദാനമായി നൽകിയ മുതൽ, അത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി സമസൃഷ്ടികൾക്കിടയിൽ, ആവശ്യക്കാർക്കിടയിൽ ചെലവഴിക്കാതെ പിശുക്ക് കാണിച്ച ആളുകൾ കൊടിയ നാശത്തിലേക്ക് ആപതിക്കുമ്പോൾ അവരേതൊരു സമ്പത്താണോ കെട്ടിപ്പൂട്ടി വെച്ചത് അതവർക്ക് ഒരിക്കലും ഉപകരിക്കുകയില്ല. ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമായ സന്ദർഭത്തിലാണ് അവൻ്റെ സമ്പത്ത് ഉപകരിക്കേണ്ടത്. എന്നാൽ നാശത്തിൽ പതിക്കുന്ന സമയത്ത് ഇവർക്ക് ആ സമ്പത്ത് കൂടി വിനയായി മാറുകയാണ് ചെയ്യുന്നത്. കാരണം ആ സമ്പത്ത് അവർക്ക് രക്ഷയാകാനും തുണയാകാനും നല്ല വഴിയുണ്ടായിരുന്നു. ഈ ഭൂമിയിൽ ഇട്ടേച്ചും വിട്ടേച്ചും ഒഴിവാക്കിയും പോകേണ്ട സമ്പത്ത് അങ്ങനെ ഇട്ടേച്ചു പോകും മുമ്പ് കുറേ ആളുകളുടെ കരങ്ങളിലേക്ക്, അർഹതപ്പെട്ടവരുടെ ആവശ്യക്കാരുടെ കരങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമായിരുന്നു. എങ്കിൽ അത് അവരുടെ നാശത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തിയേനെ. ഏതൊരു മനുഷ്യൻ്റെയും മോഹിപ്പിക്കുന്ന ജോലിയോ ശമ്പളമോ അവൻ കെട്ടിയുണ്ടാക്കിയ ബിൽഡിങ്ങുകളോ അവൻ്റെ എസ്റ്റേറ്റുകളോ അവൻ്റെ വാഹനങ്ങളോ ഒന്നും മരണപ്പെടുമ്പോൾ കൂടെ കൊണ്ടുപോവുകയില്ല. എല്ലാം ഭൂമിയിൽ ഒഴിവാക്കിയാണ് പോകുന്നത്. അങ്ങനെ പോകും മുമ്പ് തനിക്ക് ലഭിച്ച സമ്പത്ത് അതുകൊണ്ട് കുറേ പേരുടെ കണ്ണീരൊപ്പാൻ, കുറേ പേരുടെ ആഗ്രഹങ്ങൾ നിവർത്തിക്കാൻ സാധ്യമാകണം. അങ്ങനെ സാധ്യമാകാതെ സമ്പത്തിൻ്റെ ഉടമ ഞാനാണ് എന്ന് കരുതുകയും അങ്ങനെ അഹങ്കാരത്തോടെ ജീവിക്കുകയും ചെയ്താൽ എത്ര വലിയ സമ്പന്നനാണെങ്കിലും അത് അയാളെ നാശത്തിലേക്ക് എത്തിക്കൂ എന്ന് വിശുദ്ധ ഖുർആൻ അതിൻ്റെ 28-ാം അധ്യായം സൂറത്തുൽ ഖസസിലെ 76 മുതലുള്ള സൂക്തങ്ങളിൽ വിവരിക്കുന്നുണ്ട്. ലോകം കണ്ട ഏറ്റവും വലിയ പണക്കാരനായ ഖാറൂന്റെ കഥയാണ് അള്ളാഹു അവിടെ വിവരിക്കുന്നത്. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗാ അലൈഹിം വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാത്തിഹഹു ലതനൂ ബിൽ ഉസ്ബ ഉലിൽ ഖുവ ഇദ് ഖാല ലഹു ഖൗമുഹു ലാ തഫ്റഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. ഖാറൂൻ മൂസയുടെ ജനതയിൽപ്പെട്ടവനായിരുന്നു. അവൻ അവർക്കെതിരെ അതിക്രമം കാണിച്ചു. നാം അവന് ധാരാളം ഖജനാവുകൾ നൽകി. ഒരു കൂട്ടം മല്ലന്മാർ പോലും അവയുടെ താക്കോൽ കൂട്ടം ചുമക്കാൻ ഏറെ പ്രയാസപ്പെട്ടിരുന്നു. അയാളുടെ ജനത ഇങ്ങനെ പറഞ്ഞ സന്ദർഭം: നീ അഹങ്കരിക്കരുത്, അഹങ്കരിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. ഫബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയാ വഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക് വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. അള്ളാഹു നിനക്കു തന്നതിലൂടെ നീ പരലോക വിജയം തേടുക. എന്നാൽ ഇവിടെ ഇഹലോക ജീവിതത്തിൽ നിനക്കുള്ള വിഹിതം നീ മറക്കാതിരിക്കുക. അള്ളാഹു നിനക്ക് നന്മ ചെയ്ത പോലെ നീയും നന്മ ചെയ്യുക. നാട്ടിൽ നാശം വരുത്താൻ തുനിയരുത്. നാശകാരികൾ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി അവലം യഅലം അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂൻ മൻ ഹുവ അശദ്ദു മിൻഹു ഖുവ്വ വഅക്സറു ജംഅ വലാ യുസ്അലു അൻ ദുനൂബിഹിമുൽ മുജ്രിമൂൻ. ഖാറൂൻ പറഞ്ഞു, എനിക്കിതൊക്കെ കിട്ടിയത് എൻ്റെ വശമുള്ള വിദ്യ കൊണ്ടാണ്. അവൻ അറിഞ്ഞിട്ടില്ലേ, അവന് മുമ്പ് അവനേക്കാൾ കരുത്തും സംഘബലവും ഉണ്ടായിരുന്ന അനേകം തലമുറകളെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ടെന്ന്. കുറ്റവാളികളോട് അവരുടെ കുറ്റങ്ങളെക്കുറിച്ച് ചോദിക്കുക പോലുമില്ല. അഹങ്കാരിയായ ഖാറൂന്റെ കഥ പിന്നെയും അള്ളാഹു തുടരുന്നുണ്ട്. പിന്നീട് ഖാറൂൻ എന്താണ് സംഭവിച്ചത് എന്ന് ഇതേ സൂറത്തിൽ അള്ളാഹു പറയുന്നു. ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള ഫമാ കാന ലഹു മിൻ ഫിഅതി യൻസുറൂന മിൻ ദൂനില്ലാഹ് വമാ കാന മിനൽ മുൻതസ്വിരീൻ. അങ്ങനെ അവനെയും അവൻ്റെ ഭവനത്തെയും നാം ഭൂമിയിൽ ആഴ്ത്തി. അപ്പോൾ അള്ളാഹുവെ കൂടാതെ അവനെ സഹായിക്കാൻ അവൻ്റെ കക്ഷികൾ ആരും ഉണ്ടായിരുന്നില്ല. സ്വന്തത്തിന് സഹായിയാകാൻ അവന് സാധിച്ചതുമില്ല. ഖാറൂന് ലഭിച്ച സമ്പത്ത് സൂക്ഷിച്ചിരുന്ന ഖജാനകളുടെ താക്കോൽ കൂട്ടങ്ങളെ വഹിക്കാൻ മല്ലന്മാർ പ്രയാസപ്പെട്ടിരുന്നു എന്നാണ്. അത്രത്തോളം അതിസമ്പന്നൻ. ലോകം കണ്ട ഏറ്റവും വലിയ സമ്പന്നന് പോലും അയാൾ നാശത്തിലേക്ക് പതിച്ചപ്പോൾ അയാളുടെ സമ്പത്ത് ഉപകരിച്ചില്ല. അള്ളാഹുവിന്റെ റസൂൽ വളരെ മനോഹരമായ ഒരു ഉപമയിൽ ഇങ്ങനെ പറയുന്നുണ്ട്: അസലിബ്നു ആദം വ മാലിഹി വഅഹ്ലിഹി വഅമലിഹി കറജുലിൻ ലഹു സലാസതു ഇഖ്വ ഔ സലാസതു അസ്ഹാബ് ഫഖാല അഹദുഹും അന മഅക ഹയാതക ഫഇദാ മിത്ത ഫലസ്തു മിൻക വലസ്ത മിന്നി
فهو مالو فقال الآخر أنا معك فإذا بلغت تلك الشجرة فلست منك ولست مني فقال الآخر أنا معك حيا وميتا. ഒരു മനുഷ്യന്റെ ഉദാഹരണം അവന്റെ സമ്പത്തിന്റെയും കൂട്ടുകുടുംബക്കാരുടെയും പ്രവർത്തനങ്ങളുടെയും ഉദാഹരണം 3 കൂട്ടുകാരെ പോലെയാണ്. ഒന്നാമൻ പറഞ്ഞു, നിന്റെ കൂടെ ഞാൻ ഉണ്ട്, പക്ഷെ നീ മരിച്ചാൽ നമ്മൾ തമ്മിൽ എല്ലാ ബന്ധവും അവസാനിച്ചു എന്ന്. രണ്ടാമൻ പറഞ്ഞു, നീ മരിച്ചാലും ഞാൻ ആ മരം വരെ നിന്റെ കൂടെ വരുമെന്ന്. മൂന്നാമൻ പറഞ്ഞു, നീ ജീവിച്ചാലും മരിച്ചാലും നിന്റെ കൂടെ ഞാൻ ഉണ്ടാകുമെന്ന്. ഇതിൽ ഒന്നാമനാണ് സമ്പത്ത്. മരണപ്പെടുന്നതോടെ എല്ലാ ബന്ധവും ആ വ്യക്തിയുമായി സമ്പത്ത് അറുത്ത് മുറിച്ചു മാറ്റുന്നു. പിന്നെ അത് മറ്റാരുടേതോ ആയി മാറുന്നു. അങ്ങനെ ആയി മാറുന്ന സമ്പത്ത് നാശത്തിൽ പതിക്കുമ്പോൾ ഉപകരിക്കണമെങ്കിൽ ഭൂമിയിൽ ആ സമ്പത്ത് കൊണ്ട് നിർവഹിക്കേണ്ട ബാധ്യതകൾ നിർവഹിച്ചു പോകണം. അല്ലെങ്കിൽ നാശത്തിൽ പതിക്കുമ്പോൾ ആ സമ്പത്ത് എങ്ങനെ ഉപകാരപ്പെടാനാണ്? ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ 3 അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക. ഐൻ ഐൻ ഗൈൻ ഗൈൻ. അൻഹു സുകൂനുള്ള നൂനിന് ശേഷം ഹ വന്നിരിക്കുന്നു. ഒട്ടും മണിക്കരുത്, വെളിപ്പെടുത്തി ഓതുക. ഇൽഹാർ. وما يغني عنه ماله إذا تردى وما يغني عنه ماله إذا تردى. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.